ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS സിലബസ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേരളത്തിലെ കായലുകളും ദ്വീപുകളെയും കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേരളത്തിലാകെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. കേരളത്തിലാകെ 34 കായലുകളാണുള്ളത്. കേരളത്തിലാകെ നദികളുടെ എണ്ണം 44 നമ്മൾ പഠിച്ചു. കായലുകളുടെ എണ്ണം 34 ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. നദികളുടെ എണ്ണം 44, കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്രയാണ്? 27. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. ബാക്കി 7 കായലുകൾ കടലുമായി ബന്ധമില്ലാത്തവയാണ്. അവ ഉൾനാടൻ ജലാശയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലാകെ 34 കായലുകളാണ്. അതിൽ 27 കായലുകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 7 കടലുമായി ബന്ധമില്ലാത്തവയാണ്. അവ അറിയപ്പെടുന്നത് ഉൾനാടൻ ജലാശയങ്ങൾ എന്നാണ്. അപ്പോൾ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്രയാണ്? 7. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് എന്താണ്? പുന്നമടക്കായൽ. നമുക്കറിയാം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പുന്നമടക്കായൽ എന്നുകൂടി ഈ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നുണ്ട്. കൊച്ചിയിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരെന്താണ്? വീരൻപുഴ. കൊച്ചിയിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് വീരൻപുഴ എന്ന പേരിലാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നു. വൈക്കം ക്ഷേത്രവും കുമരകം വിനോദസഞ്ചാര കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട്ട് കായൽ. വൈക്കം ക്ഷേത്രവും കുമരകം വിനോദസഞ്ചാര കേന്ദ്രവുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഏതെല്ലാമാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്, അത് എറണാകുളം ജില്ലയിലാണ്. വൈപ്പിൻ, വല്ലാർപാടം ഇവയൊക്കെ എറണാകുളം ജില്ലയിലാണ്. കടമക്കുടി, പിന്നെ പാതിരാമണലും പെരുമ്പളവും ആലപ്പുഴ ജില്ലയിലാണ്. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? പെരിയാർ, പമ്പ, മൂവാറ്റുപുഴ, മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ പെരിയാർ, പമ്പ, മൂവാറ്റുപുഴ, മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവയാണ്. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? കൊച്ചി തുറമുഖം. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊച്ചി തുറമുഖമാണ്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. ഇതേത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലും രണ്ടാം സ്ഥാനം അഷ്ടമുടി കായലിനുമാണ്. അഷ്ടമുടി കായൽ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ആശ്രാമം കായൽ. അഷ്ടമുടി കായൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ആശ്രാമം കായൽ എന്നാണ്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? നീണ്ടകര. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നീണ്ടകര. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്?
അഷ്ടമുടിക്കായൽ. പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെയൊക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തുരുത്ത് ഏതാണ്? മൺട്രോ തുരുത്ത്. അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു തുരുത്താണ് മൺട്രോ തുരുത്ത്. ഇത് കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന പ്രധാന നദി ഏതാണ്? കല്ലടയാർ. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന പ്രധാന നദി കല്ലടയാറാണ്. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ഏതാണ്? അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലിൽ പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് എന്നാണ്? 1988 ജൂലൈ 8-ന്. അഷ്ടമുടിക്കായലിൽ പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് 1988 ജൂലൈ 8-നാണ്. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണ്? മേപ്പടി തടാകം, വയനാട് ജില്ല. വയനാട് ജില്ലയിലെ ചെമ്പ്ര കൊടുമുടിയിലാണ് ഈ മേപ്പടി തടാകം കാണപ്പെടുന്നത്. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ് മേപ്പടി. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? പൂക്കോട് തടാകം. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കായൽ ഏതാണ്? ഉപ്പളക്കായൽ. കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലാണ് കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആക്കുളം കായൽ. തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം കായലിലാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തല തടാകം. തൃശ്ശൂർ ജില്ലയിലെ വൈന്തല തടാകമാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം. തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രധാന കായലുകൾ ഏതെല്ലാമാണ്? വെള്ളായണി കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ, അഞ്ചുതെങ്ങ് കായൽ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കായലുകൾ ഏതൊക്കെയാണ്? വെള്ളായണി കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ, അഞ്ചുതെങ്ങ് കായൽ. മുരിയാട് തടാകം, കൊടുങ്ങല്ലൂർ കായൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. മുരിയാട് തടാകം, കൊടുങ്ങല്ലൂർ കായൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. ബിയ്യം കായൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം. ബിയ്യം കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. മാനാഞ്ചിറ തടാകം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മാനാഞ്ചിറ തടാകം കോഴിക്കോട് ജില്ലയിലാണ്. കവ്വായി കായൽ സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കവ്വായി കായൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ, കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ, കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം, വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണ്? പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായൽ. കേരളത്തിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായലാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകം, കോഴിക്കോട്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് വേമ്പനാട്ട് കായലാണ്. കേരളത്തിൽ നിന്നും റാംസർ പട്ടികയിൽ 2002 ഇടം നേടിയ കായലുകൾ ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. ഈ 3 കായലുകളാണ് റാംസർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. 2002 ഈ കായലുകൾ റാംസർ പട്ടികയിൽ ഇടം നേടുന്നത്. റാംസർ പട്ടികയിൽ കേരളത്തിൽ നിന്നും അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായൽ ഏതാണ്? കണ്ണൂർ ജില്ലയിലെ കവ്വായി കായൽ. റാംസർ പട്ടികയിൽ കേരളത്തിൽ നിന്നും അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായൽ കവ്വായി കായലാണ്. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? അഴി. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത്
അഴി എന്നാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകര അഴി, ആലപ്പുഴ ജില്ലയിലെ അന്ധകാരൻ അഴി എന്നിവ ഈ അഴികൾക്ക് ഉദാഹരണങ്ങളാണ്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ കാണപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടയാണ് പൊഴി എന്നറിയപ്പെടുന്നത്. കായൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള താൽക്കാലിക മണൽ തിട്ടയാണ് പൊഴി. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ പൊഴി, പൂവാർ പൊഴി എന്നിവ പൊഴികൾക്ക് ഉദാഹരണങ്ങളാണ്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? പൊന്നാനി കനാൽ. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പൊന്നാനി കനാലാണ്. കഠിനംകുളം കായലിനെ വേളി കായലുമായി ബന്ധിപ്പിക്കുന്ന തോട് ഏതാണ്? പാർവതി പുത്തനാർ. കഠിനംകുളം കായലിനെ വേളി കായലുമായി ബന്ധിപ്പിക്കുന്ന തോട് പാർവതി പുത്തനാറാണ്. വളപട്ടണം നദിയെയും കവ്വായി കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? സുൽത്താൻ കനാൽ. വളപട്ടണം നദിയെയും കവ്വായി കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ സുൽത്താൻ കനാലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? കുറുവാ ദ്വീപ്. വയനാട് ജില്ലയിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുറുവാ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് ഏതാണ്? വൈപ്പിൻ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപാണ്. പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ദ്വീപ് ഏതാണ്? ധർമ്മടം തുരുത്ത്. പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ദ്വീപ് ധർമ്മടം തുരുത്താണ്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? പാതിരാമണൽ. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ ദ്വീപാണ്. ഇത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? വെള്ളിയാങ്കല്ല്. കേരളത്തിൻ്റെ തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് വെള്ളിയാങ്കല്ല്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. വൈപ്പിൻ ദ്വീപ്, നെടുങ്കാട് ദ്വീപ്, രാമൻതുരുത്ത് ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, വെണ്ടുരുത്തി ദ്വീപ്, ഗുണ്ടു ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, കടമക്കുടി ദ്വീപ്, ബോൾഗാട്ടി. ഇത്രയും ദ്വീപുകൾ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ദ്വീപുകളുള്ളത്. കാരണം വേമ്പനാട്ട് കായൽ കൂടുതലായി വ്യാപിച്ച് കിടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ദ്വീപുകൾ ഉള്ള ജില്ല. ഏതൊക്കെയാണ്? വൈപ്പിൻ, നെടുങ്കാട്, രാമൻതുരുത്ത്, വെല്ലിംഗ്ടൺ, വെണ്ടുരുത്തി, ഗുണ്ടു ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, കടമക്കുടി ദ്വീപ്, ബോൾഗാട്ടി ദ്വീപ് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കവ്വായി ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടം തുരുത്ത് അല്ലെങ്കിൽ ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ്. പാതിരാമണലും കാക്കത്തുരുത്തും ആലപ്പുഴയിലാണ്. പാതിരാമണൽ, കാക്കത്തുരുത്ത് കൂടാതെ പെരുമ്പളമുണ്ട്, അത് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. പെരുമ്പളം ദ്വീപും ആലപ്പുഴയിലാണ്. കുറുവാ ദ്വീപ് വയനാട് ജില്ലയിലാണ്. എഴുമാന്തുരുത്ത് ദ്വീപ് കോട്ടയത്താണ്. പരുമല ദ്വീപ് പത്തനംതിട്ട ജില്ലയിലാണ്. മൺട്രോ ദ്വീപ് കൊല്ലം ജില്ലയിലാണ്. മരക്കുന്നം ദ്വീപ് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് കൊമ്പൈകാണി വെള്ളച്ചാട്ടം, മങ്കയം, മീൻമുട്ടി. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ വായിക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾ സ്ക്രീനിൽ നോക്കി പഠിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ മീൻമുട്ടി, കൊമ്പൈകാണി, മങ്കയം എന്നിവ. ഇപ്പോൾ മീൻമുട്ടി ശ്രദ്ധിക്കുക. മീൻമുട്ടി തിരുവനന്തപുരത്തുമുണ്ട്, വയനാട്ടിലുമുണ്ട്. അപ്പോൾ മീൻമുട്ടി വെള്ളച്ചാട്ടം 2 ജില്ലകളിലുണ്ട്, തിരുവനന്തപുരത്തും വയനാട്ടിലും. കൊല്ലം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് പാലരുവി. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് പെരുന്തേനരുവി, അരുവിക്കുഴി. കോട്ടയം, ഇടുക്കിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ചീയമ്പാറ, തൂവാനം, ചിന്നക്കനാൽ, തൊമ്മൻകുത്ത്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടം ശ്രദ്ധിക്കുക. അതിരമ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകൂത്ത്. അതിരമ്പള്ളിയുടെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇപ്പം മീൻവല്ലം, ധോണി, സീതാർകുണ്ട്, ശിരുവാണിയൊക്കെ പാലക്കാടാണ്. ആട്ടിൻപാറ മലപ്പുറത്താണ്. തുഷാരഗിരി കോഴിക്കോടാണ്. സൂചിപ്പാറ വയനാടാണ്. കാന്തൻപാറ വെള്ളച്ചാട്ടം, സൂചിപ്പാറ, മീൻമുട്ടി എന്നിവ വയനാട്ടിലാണ്. പാൽച്ചുരം കണ്ണൂരാണ്.
അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ. പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്